ബീഹാറിൽ വീണ്ടും പാലം തകർന്നു. സിവാൻ ജില്ലയിലുള്ള പാലമാണ് തകർന്നത് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, എങ്ങനെയാണ് ഈ പാലം തകർന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, ഇപ്പോൾ അധികൃതർ പങ്കുവയ്ക്കുന്ന കാര്യം ഗണ്ഡക് കനാലിന് കുറുകെയുള്ള 100 മീറ്റർ പാലമാണ് തകർന്നിരിക്കുന്നത്. കനാലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചു. അതിനുശേഷം അതിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതിനാലാണ് ഇപ്പം പാലം തകർന്നെന്ന ഒരു വിശദീകരണമാണ് എന്തായാലും സിവാൻ ജില്ലാ അധികൃതർ ജില്ലാ ഭരണകൂടൊപ്പം നൽകുന്ന വിവരം. സിവാൻ ജില്ലയും അതോടൊപ്പം തന്നെ ദർഭംഗ ജില്ലയിലെ പടേഹി ബസാർ തമ്മിലുള്ള ഈ 2 ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് അരാരിയയിൽ ഇത്തരത്തിൽ ബീഹാറിലെ 12 കോടി നിർമ്മാണ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മറ്റൊരു പാലം തകർന്നത്. അത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഒരു പാലം തകർന്നിരിക്കുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. കാരണം കനാൽ നിർമ്മാണം ബന്ധപ്പെട്ട് പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിന്റെ സാഹചര്യത്തിൽ ഇങ്ങനൊരു പാലം തന്നെ പൂർണ്ണമായും തകർന്നൊരു സാഹചര്യം. എന്തായാലും 2 ഗ്രാമങ്ങൾ അതിപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.